ഷഫിൾ ചെയ്ത കട്ടകളുടെ അടിയിൽ വെള്ളയും സെൻട്രൽ കട്ട മുകളിൽ മഞ്ഞയും പിടിക്കുകയായിട്ട് ഒരത്തക്ക രീതിയിൽ പിടിക്കുക. മഞ്ഞയുടെ 4 സൈഡിലും കുരിശാകൃതിയിൽ വെള്ളം വരുത്തുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതിന് നമ്മൾ നോക്കുക എവിടെ ഒരു കട്ട സെൻറ്ററിൽ വരുത്തി 2 വരുത്തി മൂന്നെണ്ണമായി. ഇനി സെൻറ്ററിലൊന്നും കട്ടകളില്ല, അപ്പോൾ നമ്മളത് തിരിച്ച് കൊണ്ടുവരണം. ഇത് ലോജിക്ക് വെച്ച് നമുക്ക് ചെയ്യാവുന്നുള്ളൂ, എക്സ്പീരിയൻസ് മതി. അല്ലാതെ അൽഗോരിതമൊന്നും ഇതിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് അൽഗോരിതം ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് പഠിച്ചിരിക്കണം. ഇത് നമ്മൾ നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ദിവസം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. മുകളിൽ വെള്ളം വന്നു, ഞാൻ വെള്ളകളെ അടിയിലെ വെള്ളക്കെട്ടയുടെ ചുറ്റും കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് മഞ്ഞ മുകളിൽ തന്നെ പിടിച്ചിട്ട് വെള്ളയുടെ സൈഡ് കളറ് ആ കളർ തന്നെ സെൻട്രൽ കട്ടയാക്കി കൊണ്ടുവരിക. 2 റൗണ്ട് തിരിക്കുക. അടിയിൽ വെള്ളം വന്നു, മുകളിൽ ഓറഞ്ചാണ്, ഓറഞ്ചിൻ്റെ സെൻട്രൽ കട്ട ഓറഞ്ചാക്കുക. 2 റൗണ്ട് തിരിക്കുക. പച്ചയാണ്, സെൻട്രൽ കട്ട പച്ചയാക്കുക. 2 റൗണ്ട് തിരിക്കുക. നീലയാണ്, സെൻട്രൽ കട്ട നീലയാക്കുക. 2 റൗണ്ട് തിരിക്കുക. ഇപ്പോൾ അടിയിൽ ആ വെള്ളമൊക്കെ വന്നു. ഇനി നമ്മൾ മുകളിൽ വൈറ്റ് ഉള്ളതിൻ്റെ നമ്മൾ നേരെ വൈറ്റ് പിടിക്കുക. അതിൻ്റെ സൈഡ് കളർ ഏതാണെന്ന് നോക്കുക. ഓറഞ്ചാണ്, അപ്പോൾ സൈഡ് ഓറഞ്ച് വരുത്തുക. ഓറഞ്ച് വരുത്തി. ഇനി ഓറഞ്ചിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക, അടിയിൽ നിന്ന് മുകളിലേക്ക് തിരിക്കുക. ചുമപ്പിൻ്റെ സൈഡ് കളറ് ചുമപ്പാക്കി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കണം. വൈറ്റ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് അടിയിൽ നിന്ന് മുകളിലേക്ക് തിരിക്കണം, പിന്നെ റിവേഴ്സ് തിരിക്കണം, അടിയിലേക്ക് തിരിക്കണം. ഈ പ്രോസസ്സ് തന്നെയാണ് ഇനി നമ്മൾ അടിയിലെ കളറും സെൻട്രൽ കട്ടയും റെഡി ആവുന്നവരെയും ചെയ്യേണ്ടത്. എപ്പോഴും വെള്ളയുടെ സൈഡ് കളറിൻ്റെ ക്രോസ് ആ കളർ തന്നെ വരാൻ നോക്കണം. ആ ക്രോസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചിട്ട് ഏത് ഡയറക്ഷനിൽ നിന്നാണ് തിരിച്ചാൽ അത് അവിടെ നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കുക. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടിയിൽ സെയിം കളറും സെൻട്രൽ കട്ടയും തുല്യമായിട്ട് വന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയർ റെഡിയാക്കാനായിട്ട് മുകളിലത്തെ കട്ടയിൽ മഞ്ഞയില്ലാത്ത കട്ട നോക്കിയിട്ട് അതിൻ്റെ സൈഡ് കളറ് സെയിം ആക്കിയിട്ട് മുകളിലെ കളർ ഏത് സൈഡിലാണ് കിടക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുക. ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. മഞ്ഞയില്ലാത്ത കട്ട നോക്കാം, ഓറഞ്ച് കൊണ്ടുവരാം. മുകളിൽ പച്ചയില്ലാത്ത സൈഡിലേക്ക് തിരിക്കുക. മുകളിലെ കട്ട അതിൻ്റെ ആ തിരിച്ച സൈഡിൽ നിന്ന് മുകളിലേക്ക് എടുക്കുക, നേരെ റിവേഴ്സ് എടുക്കുക. തിരിക്കുമ്പോൾ ചെയ്ത പ്രോസസ്സ് നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ്. പച്ചയാണ് സൈഡ്, മഞ്ഞ അവിടെ റെഡില്ലാത്ത സൈഡിലേക്ക് മാറ്റാം. അടിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കുക, റിവേഴ്സ് എടുക്കുക, താഴത്തേക്ക് എടുക്കുക. പിന്നെ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത മാതിരി തന്നെ ചെയ്യുക. അവിടെ ഓറഞ്ച് വന്നിട്ടുണ്ട്.
എല്ലാ കളറും സെറ്റായി. ഇനി എല്ലാ കളറും ഇതും ഇങ്ങനെ അപൂർവമായിട്ട് വരാറുള്ളൂ. എല്ലാ സെൻട്രൽ കളറുകളൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ വലത്തെ സൈഡിൽ സെയിം കട്ട എന്ന് പറഞ്ഞാൽ അത് കട്ടയുടെ സ്ഥാനത്തുള്ള കട്ട വന്നിട്ടുണ്ടോ നോക്കുക. ഒരു കട്ട വന്നിട്ടുണ്ട്. ആ കട്ട പൊസിഷൻ വലത്തെ സൈഡിലേക്ക് പിടിച്ചിട്ട് മുകളിലെ ലെയർ ഇടത്തേക്ക് തിരിക്കുക. അടിയിൽ നിന്ന് മുകളിലേക്ക് ഇരിക്കുക, പിന്നെ വലത്തേക്ക് ഇരിക്കുക, അടിയിൽ നിന്ന് മുകളിലേക്ക് ഇരിക്കുക, ഇടത്തേക്ക് ഇരിക്കുക, റൈറ്റ് സൈഡ് താഴത്തേക്ക് ഇരിക്കുക, മുകളിൽ സൈഡ് റിവേഴ്സ് ഇരിക്കുക. ഇപ്പോൾ വീണ്ടും നമ്മൾ എല്ലാ കളറും കട്ടകൾ സെയിം ആണെന്ന് നോക്കുക. സെയിം അല്ലെങ്കിൽ വീണ്ടും ഈ സെയിം ആയ കളറ് വലത്തെ സൈഡ് പിടിച്ചിട്ടുണ്ട്. ഈ പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുക. അതായത് മുകളിൽ ലെയർ ഇടത്തേക്ക് തിരിക്കുക, അടിയിലെ ലെയർ റൈറ്റ് സൈഡിലെ സൈഡ് മുകളിലേക്ക് ഇരിക്കുക, റൈറ്റ് ഇരിക്കുക, മുകളിലെ സൈഡ് ഒരു നേരാതെ റിവേഴ്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാ കളറും സെയിമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കട്ടകളും സെൻട്രൽ കളറുകളൊക്കെ സെയിമായിട്ടുണ്ട്. അതാത് സ്ഥാനത്ത് കട്ട. ഇനിയിപ്പോൾ മഞ്ഞയില്ലാത്ത സൈഡ് വലത്തെ സൈഡിൽ പിടിച്ചിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് എടുക്കുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക, പിന്നെ ആ പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുക. മുകളിലേക്ക് ലെയറിൽ ആ മഞ്ഞ വരുന്നവരെ. മഞ്ഞ വന്നു, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഈ മുകളിലത്തെ മഞ്ഞ മാറ്റി വെച്ചിട്ട് വീണ്ടും ആ പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുക. ഇനി കളറുകൾ സെറ്റ് ചെയ്യാം. ഇങ്ങനെ അപൂർവം പ്രാവശ്യങ്ങളിലാണ് വരാറുള്ളൂ. ഇങ്ങനെയും വരാം.